ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ടാണ്. എൻ്റെ വീഡിയോസിൽ പൊതുവെ ഞാൻ ബിഗ് ബോസ് ഹൗസ് ടോപ്പിക് ഒന്നും എടുക്കാറില്ല, പക്ഷേ ഈ ഒരു ടോപ്പിക് ഇവിടെ ചർച്ച ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നി. സോ ദിസ് മാർക്സ് മൈ ഫസ്റ്റ് വീഡിയോ ഓൺ ബിഗ് ബോസ്. സോ ബേസിക്കലി ഇവിടെ ലക്ഷ്മി പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതൊരു വളരെ വലിയൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് തന്നെ പോവാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ആയത്? കാരണം ഒരു കൂട്ടം ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അടച്ചാക്ഷേപിക്കുകയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലക്ഷ്മിയെ കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, ഈ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഉള്ളതിൽ വെച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ്റെ അടുത്ത് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു, അതായത് അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കാൻ തന്നെ അറപ്പാണ്, കാരണം പുള്ളിയുടെ വായിൽ വരുന്ന വാക്കുകളൊക്കെ കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണെന്നൊക്കെ. അതുപോലെ തന്നെ ചില കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പുള്ളിക്കാരി അങ്ങോട്ട് പറയുന്നു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന്. എന്നാൽ താൻ ഉപയോഗിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തികളോ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ലക്ഷ്മിക്ക്. അത് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നല്ല, പുറത്തിറങ്ങിയാലും ഒരുപാട് ഉപകാരപ്പെടുട്ടോ. അതായത് തനിക്ക് തോന്നിയ പോലും തോന്നിയതെല്ലാം വിളിച്ചു പറയാം, എന്നാൽ മറ്റുള്ളവരെ ഞാനതൊന്ന് ഭരിക്കും എന്നൊരു കാഴ്ചപ്പാടാണ് ലക്ഷ്മിക്കുള്ളത്. സോ വളരെ ബോസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഓൾസോ അവിടെ വന്ന എല്ലാ വൈൽഡ് കാർഡ്സും വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ നോക്കുകയാണെങ്കിൽ ലക്ഷ്മി തന്നെയായിരിക്കും. അതിന് തൊട്ട പുറകിലാണ് മസ്താനി വരുന്നത്. മസ്താനിയുടെ വിഷയം നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇനി ഇതിൽ ബിഗ് ബോസിന്റെ റോൾ എന്താന്ന് പറയാം. ലക്ഷ്മി എന്നല്ല, അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റിന്റെയും A to Z ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ബിഗ് ബോസ് ആൻഡ് ടീമിന്. എന്നിട്ടും ഇത്രയ്ക്കും ഹോമോഫോബിയ തലക്കി പിടിച്ച ലക്ഷ്മിയെ വീണ്ടും ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ ബിഗ് ബോസിന് ഒരു കാര്യമേ ഉള്ളൂ, കോണ്ടന്റ് ക്രിയേഷൻ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് കോണ്ടന്റ് എന്നതാണ് ബിഗ് ബോസിന്റെ നിലപാട്. പക്ഷേ എന്നാലും ഇത്രയും കോൺട്രവേഴ്സി ആയിട്ടുള്ള ടോപ്പിക് വരുമ്പോൾ ബിഗ് ബോസും ലാലേട്ടനും അതിന് വേണ്ട തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുത്തിരിക്കും. അത് ജനങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ഒരു ഫീല് തന്നെയാണ്. അതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ, വീക്കെൻഡ് എപ്പിസോഡിലായ ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് എന്ന് വെച്ചാൽ. ശരിക്കും ഈ ബിഗ് ബോസ് സീസൺ 7 ദ റിയൽ വിന്നർ ഈസ് ലാലേട്ടൻ. കാരണം ഇത്രയും വളരെ മോശമായിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു ഗതികേടാണ് ശരിക്കും ലാലേട്ടന് വരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ നിലപാടും ബിഗ് ബോസ് ടീമിന്റെ നിലപാടും വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് പുറം ലോകത്തിലേക്ക് വിടുന്നത്. ബിഗ് ബോസ് ഒരു പുരോഗമനമായുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഈക്വൽ ആണെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതായത് നമ്മുടെ ഓഡിയൻസിന്റെ ചിന്താഗതികളിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ സീസണിലൊക്കെ ശ്രിയ സലീം, നാദിറ അവരൊക്കെ വന്നപ്പോൾ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ്, അതുപോലെ തന്നെ ഒരു പുരോഗമനമായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ലക്ഷ്മിക്ക് കിട്ടേണ്ടത് അത് ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ മെജോറിറ്റി ഓഫ് ദ ഓഡിയൻസ് പറയുന്ന പോലെ തന്നെ ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ലക്ഷ്മിക്ക് ആ വീട്ടിൽ നിന്ന് പോകാട്ടോ. ഈ വീഡിയോ അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒനീലിന്റെ ഒരു കാര്യം. ഒനീലിന്റെ കാര്യത്തിലും ലക്ഷ്മി അവിടെ ഒരു ചീപ്പ് ഗെയിമാണ് കളിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്താണ് അതിനനുസരിച്ചിട്ട് ലക്ഷ്മിയുടെ അടുത്ത് പറയാമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു ടോപ്പിക്ക് വീണ്ടും സംസാരിക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ബിഗ് ബോസ് ടോപ്പിക് വീഡിയോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമന്റും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ.